അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലി ഇബാദില്ലാഹി സ്വലീഹ്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന സുഹൃതങ്ങൾ, നന്മകൾ, അതെല്ലാം സ്വായത്തമാക്കാൻ, അതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു ദുആ നമുക്ക് ഇന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ ദുആ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും, എല്ലാ ഹാജത്തുകൾ നിറവേറ്റാനും ഉപകാരപ്പെടും. മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഒരു പരിശുദ്ധമായ ഒരു കുഞ്ഞു ദുആ. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവിടുത്തെ സമ്മാനമായിട്ട് ലഭിച്ച, അവിടത്തേക്ക് പാരിതോഷികമായിട്ട് ലഭിച്ച ഒരു ദുആയാണ് ഈ ഒരു ദുആ. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് സംസാരിച്ച വ്യക്തി എന്ന ആ ഒരു പദവി വേറെ ആർക്കും ലഭിച്ചിട്ടില്ല ഈ ദുനിയാവിൽ. അത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രം ലഭിച്ചൊരു പ്രത്യേകതയാണ്. കല്ലമല്ലാഹു മൂസ തക്ലീമ എന്നാണ് വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാമം തന്നെ കലീമുല്ലാഹി മൂസ എന്നാണ്. അള്ളാഹുവിനോട് സംസാരിച്ച ആൾ എന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഹിജാബിൻ്റെ പിറകിലാണെങ്കിൽ പോലും അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തിയ, സംസാരിച്ച വ്യക്തി എന്ന ആ ഒരു പദവി, ആ ഒരു അംഗീകാരം ലഭിച്ചത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആനിൽ കൂടുതൽ പേരുകൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് സമ്മാനിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു സമ്മാനമായി നമുക്ക് ലഭിച്ച ഈ ഒരു പരിശുദ്ധമായ ദുആ നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നുകർന്ന് തന്ന് മഹാന്മാരിലൂടെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയ ഒരു ദുആയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പരിശുദ്ധമായ ദുആ, നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു പരിശുദ്ധമായ ദുആ കുഞ്ഞു ദുആ ആണ്. ഈ ദുആ രാവിലെയും പ്രദോഷത്തിലും നമ്മൾ ഒരു തവണ പാരായണം, ഒരു തവണ തന്നെ പറഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാഹ് ഒരുപാട് ഖൈറുകളും നന്മകളുമാണ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ രാവിലെ എന്ന് പറയുമ്പോൾ നമ്മളെ സുബഹി നമസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ദിക്റുകളും വിറുദുകളുടെയും ശേഷം ഒരു തവണയും, അതുപോലെ തന്നെ പ്രദോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെയും ദിക്റുകളുടെയും വിറുദുകളുടെയും ശേഷം നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങാനും അതുപോലെ തന്നെ സൗഖ്യങ്ങളും സന്തോഷങ്ങൾ നമുക്ക് കൈവരിക്കാനും സാധിക്കുമെന്നതാണ് ഈ പരിശുദ്ധമായ ദുആയുടെ മറ്റൊരു സവിശേഷത. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റിയെടുക്കണം എന്നുള്ള ആ ഒരു മനസ്സിലേക്ക് ആ ഒരു കാര്യം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ദുആ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ദുആ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആവശ്യങ്ങൾ നിറവേറ്റാറുള്ളത് എന്നതാണ് മഹാന്മാർ ചരിത്രത്താളുകൾ രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം തൻ്റെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ച്
തൻ്റെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ച് 7 തവണ ആവർത്തിക്കും. ശേഷം എന്താണോ ആവശ്യങ്ങൾ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടും. അങ്ങനെയാണ് അദ്ദേഹം ഈ ദുആയിലൂടെയാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാറുള്ളത് എന്നതാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള മഹാനവറുകളെല്ലാം ദുആ ചെയ്ത ഈ ഒരു പരിശുദ്ധമായ ദുആ തീർച്ചയായിട്ടും നമ്മളും ഇന്ന് നമ്മൾ അറിയാൻ സാധിച്ചതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് ഭാഗവാക്കാക്കണം. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ ദുആ ഇതിൻ്റെ പോർഷ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അതിനാൽ ഈ മഹത്തരമായ ഈ പരിശുദ്ധമായ ദുആ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ കൊണ്ടു നടക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീങ്ങാനും അതുപോലെ തന്നെ സൗഖ്യങ്ങൾ സന്തോഷങ്ങൾ അതെല്ലാം നേടിയെടുക്കാനൊക്കെ കഴിയുന്ന ഈ ഒരു പരിശുദ്ധമായ ദുആ നമുക്കൊന്ന് ഇന്ന് പരിചയപ്പെടാം. ആ ദുആ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഖലഖ്തനീ വഅൻത തഹ്ദീനീ വഅൻത തുത്ഇമുനീ വഅൻത തസ്ഖീനീ വഅൻത തുഹീനീ വഅൻത തുമീതുനീ എന്നതാണ് ഈ പരിശുദ്ധമായ ദുആ. അല്ലാഹുമ്മ ഖലഖ്തനീ വഅൻത തഹ്ദീനീ വഅൻത തുത്ഇമുനീ വഅൻത തസ്ഖീനീ വഅൻത തഹീനീ വഅൻത തുത്ഇമുനീ. എന്താണ് ഈ പരിശുദ്ധമായ ദുആയുടെ അർത്ഥം? അല്ലാഹുമ്മ ഖലഖ്തനീ, അല്ലാഹുവേ നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ പടച്ചത്. വഅൻത തഹ്ദീനീ, എന്നെ ഹിദായത്തിൽ എന്നെ സന്മാർഗത്തിലാക്കിയതും നീ തന്നെയാണ്. വഅൻത തുത്ഇമുനീ, അല്ലാഹുവേ ഭക്ഷണം നൽകുന്നതും നീ തന്നെയാണ്. വഅൻത തസ്ഖീനീ, എന്നെ വെള്ളം കുടിപ്പിക്കുന്നതും നീ തന്നെയാണ് റബ്ബേ. വഅൻത തഹീനീ, എന്നെ ജീവിപ്പിക്കുന്നവനും. വഅൻത തഹീനീ, എന്നെ ജീവിപ്പിക്കുന്നവനും. വഅൻത തുത്ഇമുനീ, എന്നെ മരിപ്പിക്കുന്നവനും നീയാണ്. അതായത് എന്നെ ജീവിപ്പിക്കുന്നവനും എന്നെ മരിപ്പിക്കുന്നവനും എനിക്ക് ഭക്ഷണം നൽകുന്നവനും എനിക്ക് ഹിദായത്ത് നൽകുന്നവനും എന്നെ വെള്ളം കുടിപ്പിക്കുന്നവനും എന്നെ ജീവിപ്പിക്കുന്നവനുമായ അല്ലാഹുവേ നിനക്കാണ് സ്തോത്രം എന്നതാണ് ഈ പരിശുദ്ധമായ ദുആയുടെ അർത്ഥം. അതിനാൽ തീർച്ചയായിട്ടും പരിശുദ്ധമായ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ ഉൾക്കൊള്ളാത്ത ഒരു കാര്യവുമില്ല. അതിനാൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചോദിക്കാനുള്ള സകല കാര്യങ്ങളും നമുക്ക് ചോദിച്ചെടുക്കാം. നമുക്ക് ചോദിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അവിടെ ഒരു കാര്യത്തിനും മറയില്ല. എന്ത് ആവശ്യങ്ങളും എന്ത് ഹാജത്തുകളും നിറവേറ്റാൻ ഉതകുന്ന പരിശുദ്ധമായ ഈ ഒരു ദുആ, ഈ ഒരു കുഞ്ഞു ദുആ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഞാനും നിങ്ങളും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഇന്നു മുതൽ ഈ പരിശുദ്ധമായ ദുആ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗവാക്കാക്കാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ നമസ്കാരങ്ങളുടെ ശേഷവും പ്രത്യേകിച്ച് മഗ്രിബ് സുബ്ഹ് ഈ നമസ്കാരങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ നാഥനോട് ഈ ദുആ 7 തവണ മാക്സിമം 7 തവണ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ എന്ത് കാര്യങ്ങളും, അവിടെ ഏത് കാര്യമൊന്നുമില്ല, എന്ത് കാര്യങ്ങളും നമ്മുടെ ഏത് ആഗ്രഹങ്ങളും സഫലീകരിച്ചെടുക്കാനും അതുപോലെ തന്നെ നേടിയെടുക്കാനും ഉതകുന്ന ഒരു പരിശുദ്ധമായ ദുആ ആണ് ഈ ദുആ. അൽഹംദുലില്ലാഹ്. തീർച്ചയായിട്ടും ഈ ദുആ നിങ്ങൾക്ക് നേരത്തെ അറിയുമായിരുന്നോ? ഈ ദുആ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിരുന്നോ? ഇത് നമുക്കറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയില്ലേ? അൽഹംദുലില്ലാഹ്. തീർച്ചയായിട്ടും ഇത് അറിയാതെ പോയ എത്രയോ വ്യക്തികളുണ്ട്. തീർച്ചയായിട്ടും ഇത് അറിയാതെ പോയ എത്രയോ വ്യക്തികൾ നമ്മുടെ ഇന്നത്തെ ലോകത്തുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ അള്ളാഹുവിന് ഹംദ് ചെയ്യണം. അൽഹംദുലില്ലാഹ്. തീർച്ചയായിട്ടും
ഈ ഒരു പരിശുദ്ധമായ ദുആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവിടുന്ന് പകർന്നു നൽകിയ, അദ്ദേഹത്തിന് സമ്മാനമായി നമുക്ക് നൽകിയ ആ ഒരു ദുആ നമുക്ക് അറിയാൻ സാധിച്ചല്ലോ. അൽഹംദുലില്ലാഹ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നന്മകൾ ഇഷ്ടപ്പെടുന്ന, നന്മകൾ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ദുആ ആരൊക്കെയാണോ ചൊല്ലുന്നത്, ആരൊക്കെയാണോ പ്രാവർത്തികമാക്കുന്നത്, തീർച്ചയായിട്ടും അതിൻ്റെ തത്തുല്യമായ പ്രതിഫലമാണ് ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വ്യക്തിക്ക് നൽകുന്നത്. ആരാണോ ഷെയർ ചെയ്ത് അവർക്ക് നൽകുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും മാക്സിമം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട ദുആ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനും ശ്രമിക്കണം എന്നതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അൽഹംദുലില്ലാഹ്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്വലിയായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിത്യരോഗികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ, ഇവരുടെ എല്ലാം ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമാക്കി നാളെ അവരെയും നമ്മളെയും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഈ പ്രിയപ്പെട്ടവരും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ ഇൻഷാ അല്ലാഹ് മറ്റൊരു ഇസ്ലാമിക് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ശുഭപ്രതീക്ഷയോടെ. വാഖിദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.